എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഏട്ടൻ നാട്ടിലുണ്ട്, ലീവിലാണ്, മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേലും കറങ്ങാൻ പോകാൻ വിചാരിച്ചതാണ്, ഇപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്ന വരിക്കാശ്ശേരി മനയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മലയാള സിനിമയുടെ തറവാടായിട്ടുള്ള വരിക്കാശ്ശേരി മനയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വരിക്കാശ്ശേരി മന. ഇത് 300 വർഷം പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. 3 നിലയായിട്ടുള്ള ഒരു കെട്ടിടമാണ്, ഒരു മനയാണ്. പിന്നെ ഇതാ നമ്മൾ വന്നപ്പോൾ അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അല്ലൂച്ചിന് ആനേനെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഉണർന്നപ്പോൾ പോയിട്ട് ആനേനെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ വരിക്കാശ്ശേരി മനയുടെ ഹിസ്റ്ററിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ അത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോരാനായപ്പോഴേക്കും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു കുളം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കുളം തേടിയാണ് കേട്ടോ പോകുന്നത്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ മൊത്തം ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുളത്തിലോട്ട് എൻട്രി ഒന്നുമില്ല കേട്ടോ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്, അവിടെ ഉത്സവമൊക്കെ നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണേ. വി ഹരിദാസ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വരിക്കാശ്ശേരി മന ട്രസ്റ്റ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, ഇതിനെ സംരക്ഷിച്ചു പോരുന്നത്. ഇവിടെ ഒരു 9:30 മണിക്കാണ് കേട്ടോ നമുക്ക് സന്ദർശകർക്ക് വരാനുള്ള ടൈം. 5 മണി വരെ ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എൻട്രി ഉണ്ടാവില്ല ആൾക്കാർക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തളത്തിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് കേട്ടോ കണ്ടത്. നമ്മളിപ്പോൾ അതിന് മുന്നേ പത്തായപ്പുര കാണാൻ പോയിട്ടോ. ഈ 3 നിലയുള്ള കെട്ടിടമാണ് പത്തായപ്പുര. അപ്പോൾ ആലോചിച്ചൊക്കെ എന്തുമാത്രം ധാന്യങ്ങളായിരിക്കും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ നമുക്കിത് ഇതുപോലൊരു സ്റ്റെയർ ഉണ്ട് കേട്ടോ. 2 അറ്റത്തും സ്റ്റെയർ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പേടിച്ചു, ഇനി കുറേ വർഷം പഴക്കമുള്ളതാണല്ലോ. എന്നാലും ഞങ്ങൾ മുകളിലൊക്കെ കയറി നോക്കി. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ രേവതീനെയൊക്കെ കൊണ്ട് താമസിപ്പിക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മുടെ ആ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ കിടക്കുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാമല്ലോ. ഇവിടെ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ മൊത്തം ആ ഒരു മൂവിയും അതിൻ്റെ ആ ഒരു BGM അങ്ങനെ ഒരു ഫീലിലാണ് കേട്ടോ നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിലാണെന്ന് തോന്നുന്നു രേവതിക്കുള്ള ആ ഒരു താമസം ഒരുക്കിയിട്ടുള്ളത് ആ സിനിമയിൽ. ഒരുപാട് സിനിമയിൽ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 150ഓളം സിനിമകളാണ് ഏകദേശം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു 80-ൽ കൂടുതലും നമ്മുടെ മലയാള സിനിമകൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കുറേ ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല റഷായി ഞങ്ങൾ പോരാൻ നേരമായപ്പോൾ. അരമണിക്കൂറാണ് നമുക്കിവിടെ സന്ദർശന സമയം. പക്ഷെ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കൂടുതലൊക്കെ അവിടെ നിന്നിട്ട് നമുക്ക് അത്രത്തോളം കാണാനുണ്ട്. ചുമരിലൊക്കെ കണ്ടില്ല, ഇത് അങ്ങനെ മുരൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നടുമുറ്റം, ഏറ്റവും വലിയ നടുമുറ്റം ഉള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കണം. പിന്നെ നമുക്ക് ആ ഒരു നടുത്തറയിൽ മുമ്പൊക്കെ തുളസി ആയിരിക്കണം, ഇപ്പോൾ ഇതിൽ റോസയൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതിന് നടുമുറ്റമാണ് കേട്ടോ ഇവിടെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് 3 നിലകളിലായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് 2 നിലകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഒരു നില ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ 30 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് കേട്ടോ. അല്ലൂനൊക്കെ ഫ്രീ ആയിരുന്നു, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഈ മന കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പല സിനിമകളിലും കാണിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് 6-ാം തമ്പുരാനായാലും രാവണപ്രഭു, മമ്മൂക്കയുടെ വല്യേട്ടൻ, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രേതം 2, ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമുക്ക് ഈ ഒരു മന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സിനിമയിൽ കണ്ട് നമുക്ക് എല്ലാം വളരെ പരിചയമായിട്ടാണ് നമുക്ക് തോന്നുക കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ കൂടെ നമ്മൾ തിരിച്ചു പോകുന്നതൊക്കെ സെയിം തന്നെയാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അതേ ഒരു വൈബിലാണ് കേട്ടോ മൊത്തം. അവരുടെ ഒരു എന്താ പറയുക, ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറും മൊത്തത്തിൽ ഭയങ്കര കാമായിട്ട് ആ ഒരു മരത്തണലിലൊക്കെ കുറേ നേരം ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അല്ലു കുറേ നേരം അവിടെ കളിച്ചു. ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ സിനിമകളിൽ കണ്ട ഒരു ഇതിൽ നമ്മൾ ചെന്നല്ലോ, അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അത് കഴിഞ്ഞൊക്കെ വിശന്നപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറ് കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയാണ് കിട്ടിയത്. അങ്ങനെ അതും കഴിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.